ഗുഡ് മോർണിംഗ് കേരള. ഇന്ന് 2025 ഡിസംബർ 3. വാർത്താ മോർണിംഗ് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ അമൽ. നാവികസേനാ ദിനം നാളെ. സമുദ്ര സുരക്ഷയിൽ ശ്രദ്ധയൂന്നി രാജ്യം. കൊച്ചിയിൽ മെഗാ ഇവന്റുകൾ. രാജ്യം നാവികസേനാ ദിനം ആഘോഷിക്കുന്നു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സുരക്ഷാ പ്രാധാന്യം മുൻനിർത്തിയാണ് ഇത്തവണത്തെ ആഘോഷങ്ങൾ. പ്രധാന പരിപാടികൾക്ക് ദക്ഷിണ നാവിക കമാൻഡ് ആതിഥേയത്വം വഹിക്കുന്ന കൊച്ചിയിലാണ് മെഗാ ഇവന്റുകൾ നടക്കുന്നത്. ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സമുദ്ര സുരക്ഷാ ശേഷിയിലും ഇന്ത്യൻ മഹാസമുദ്ര മേഖല അഥവാ ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ സംരക്ഷിക്കുന്നതിൽ നാവികസേനയുടെ നിർണായക പങ്കിലുമാണ് ഈ വർഷത്തെ ആഘോഷങ്ങൾ ഊന്നൽ നൽകുന്നത്. നാവികസേനാ ദിനാഘോഷങ്ങളിലെ മുഖ്യ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു തിരുവനന്തപുരത്ത് എത്തിച്ചേരും. അനുസ്മരണ ചടങ്ങുകൾക്ക് പുറമെ സംസ്ഥാനത്തിന്റെ ഭരണസിരാ കേന്ദ്രമായി മാറുന്ന പുതിയ കേരള ലോക് ഭവൻ രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. രാഷ്ട്രപതിയുടെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി തലസ്ഥാന നഗരിയിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മുതൽ ഗതാഗത നിയന്ത്രണങ്ങളും അതീവ ജാഗ്രതയും തുടരുന്നു. കേരളത്തിലെ വോട്ടർ പട്ടിക പുതുക്കൽ സമയപരിധി നീട്ടുന്നത് ന്യായവും നീതിയുക്തവുമെന്ന് സുപ്രീം കോടതി. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് എൻറോൾമെന്റ് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള സമയപരിധി നീട്ടണമെന്ന കേരളത്തിന്റെ ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചു. കേരളത്തിന്റെ ആവശ്യം ന്യായവും നീതിയുക്തവുമാണ് എന്ന് നിരീക്ഷിച്ച കോടതി സമയപരിധി നീട്ടി നൽകുന്നത് വസ്തുനിഷ്ഠമായും സഹാനുഭൂതിയോടെയും പരിഗണിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട MLA രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. വാദം അടച്ചിട്ട മുറിയിൽ വേണമെന്ന് പ്രോസിക്യൂഷനും പ്രതിഭാഗം അഭിഭാഷകനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് രാഹുലിന്റെ വാദം. യുവതിക്കെതിരായ ഡിജിറ്റൽ തെളിവുകളും അദ്ദേഹം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ക്രൂരമായ ബലാത്സംഗമാണ് രാഹുൽ നടത്തിയതെന്നാണ് യുവതി ഹർജിയിൽ ആരോപിക്കുന്നത്. സംസ്ഥാനത്ത് മഴ ശക്തമാകും. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. സംസ്ഥാനത്ത് ഇന്ന് മഴ ശക്തമാകാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം എന്നീ 7 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് 2 ദിവസങ്ങളിലായി പൊതു അവധി പ്രഖ്യാപിച്ചു. 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ 2 ദിവസങ്ങളിലായി പൊതു അവധി പ്രഖ്യാപിച്ചു. ഡിസംബർ 9 ചൊവ്വ, ഡിസംബർ 11 വ്യാഴം എന്നീ ദിവസങ്ങളിലാണ് അവധി. പോളിംഗ് ഷെഡ്യൂൾ അനുസരിച്ച് ജില്ലകളെ 2ആയി തിരിച്ചാണ് അവധി നൽകിയിരിക്കുന്നത്. ഡിസംബർ 9 തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിലും ഡിസംബർ 11 തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലുമാണ് അവധി. വിഴിഞ്ഞം തുറമുഖം വാണിജ്യ രംഗത്ത് 1 വർഷം തികച്ചു. 615 കപ്പലുകൾ, 13.2 ലക്ഷം TEU കണ്ടെയ്നർ ട്രാഫിക്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വാണിജ്യപരമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് 1 വർഷം പൂർത്തിയാക്കി. ഈ കാലയളവിനുള്ളിൽ തുറമുഖം വഴി 615 വലിയ കപ്പലുകൾ എത്തിച്ചേർന്നു. കൂടാതെ 13.2 ലക്ഷം TEU കണ്ടെയ്നർ ട്രാഫിക്കും കൈകാര്യം ചെയ്യാൻ സാധിച്ചു. രാജ്യത്തിന്റെ ലോജിസ്റ്റിക്സ് വ്യാപാര രംഗത്തെ സുപ്രധാന കേന്ദ്രമായി വിഴിഞ്ഞം അതിവേഗം വളരുകയാണ്. കേരള വന്യജീവി ബിൽ തള്ളിക്കളയണം. MP-മാർക്ക് മുന്നറിയിപ്പുമായി പരിസ്ഥിതി സംഘടനകൾ. സംസ്ഥാന സർക്കാർ അടുത്തിടെ പാസാക്കിയ കേരള വന്യജീവി സംരക്ഷണ ബിൽ തള്ളിക്കളയണമെന്ന് ആവശ്യപ്പെട്ട് പരിസ്ഥിതി പ്രവർത്തകരും NGO കൂട്ടായ്മയും പാർലമെന്റ് അംഗങ്ങളെ സമീപിച്ചു. ഈ നിയമം ഭരണഘടനാ വിരുദ്ധവും നിലവിലുള്ള വന്യജീവി സംരക്ഷണ നിയമങ്ങളെ ദുർബലപ്പെടുത്തുന്നതുമാണെന്നാണ് ഇവർ ആരോപിക്കുന്നത്. ദേശീയ തലത്തിലുള്ള അംഗീകാരമില്ലാതെ ബിൽ നടപ്പാക്കുന്നത് മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ രൂക്ഷമാകാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇനി സേവാ തീർത്ത് എന്നറിയപ്പെടും. പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ പേര് സേവാ തീർത്ത് എന്ന് പുനർനാമകരണം ചെയ്തു.
തെലങ്കാന ഗവർണറുടെ ഔദ്യോഗിക വസതിയുടെ പേര് രാജ്ഭവൻ എന്നതിന് പകരം ലോക് ഭവൻ എന്നും മാറ്റാനുള്ള തീരുമാനം ഇന്ന് നിലവിൽ വന്നു. പാർലമെന്റിൽ വന്ദേമാതരം തിരഞ്ഞെടുപ്പ് പരിഷ്കരണ ചർച്ചകൾക്ക് ധാരണ. പാർലമെന്റിന്റെ ശീതകാലീന സമ്മേളനത്തിന് പ്രതിപക്ഷം ഉയർത്തിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ വന്ദേമാതരം വിഷയത്തിലും തിരഞ്ഞെടുപ്പ് പരിഷ്കരണങ്ങളിലും അടുത്ത ആഴ്ച മുതൽ ചർച്ചകൾ നടത്താൻ ഗവൺമെന്റും പ്രതിപക്ഷവും തമ്മിൽ ധാരണയായി. ഡിസംബർ 8 തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ വന്ദേമാതരം ചർച്ചയ്ക്ക് തുടക്കം കുറിക്കും. ഡിസംബർ 9 ചൊവ്വാഴ്ച തിരഞ്ഞെടുപ്പ് പരിഷ്കരണങ്ങളെക്കുറിച്ച് ചർച്ച നടക്കും. റെഡ് ഫോർട്ട് സ്ഫോടന കേസ് പ്രത്യേക പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ചു. നവംബർ 10 ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന കാർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട കേസിന്റെ വിചാരണ നടപടികൾക്കായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മുതിർന്ന അഭിഭാഷകൻ മാധവ് ഖുറാനയെ പ്രത്യേക പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചു. ഈ സ്ഫോടനത്തിൽ 15 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഹൽദ്വാനി ഒഴിപ്പിക്കൽ വിഷയത്തിൽ സുപ്രീം കോടതി ഉത്തരവ്. അതീവ ജാഗ്രത. ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കാനുള്ള സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പ്രദേശത്ത് അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു. ഈ തീരുമാനം ഏകദേശം 50,000 താമസക്കാരെ ബാധിക്കാൻ സാധ്യതയുണ്ട്. വാർത്ത തുടരും. സൈനിങ് ഓഫ്.